എൻ്റെ പേര് സൗമ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഈ ആൾത്താരിൽ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യം എൻ്റെ ഹസ്ബൻഡിന് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചുടുകല്ലെടുക്കാൻ വേണ്ടി പോയതാണ് പുറത്ത്. അപ്പോൾ അവിടെ ഫിഷ് ടാങ്കിൻ്റെ ഗ്ലാസ് പൊട്ടിക്കിടന്നു. ചേട്ടനാണെങ്കിൽ കണ്ടില്ല അത്. അതിൻ്റെ അകത്ത് കാൽ ഞരമ്പ് കട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് ആ കാലിൻ്റെ അകത്തുള്ള ഞരമ്പ് കട്ടായി പോയിട്ടുണ്ട്, അപ്പം പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതൊരു സൺഡേ ദിവസമാണ് സംഭവിച്ചത്. അതുകൊണ്ട് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ അവരെടുത്തില്ല. അവർ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞരമ്പ് കട്ടായിട്ടുണ്ട്, നാളെ തന്നെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ടും ഞാൻ പെട്ടെന്ന് ഓപ്പറേഷനെല്ലാം ശരിയാക്കി ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ 6 മാസം കഴിഞ്ഞു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും ആ കാലിൽ നിന്ന് ബ്ലഡും പഴുപ്പും വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ നൂല് കുറച്ച് പുറത്ത് വന്ന് നിൽപ്പുണ്ട്, അത് തൽക്കാലം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഇനി വരെയാണെങ്കിൽ ഒരിക്കൽ കൂടെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ ഇവിടെ വന്നാണ് അങ്ങനെ ഉടമ്പടി എടുത്തത്. 2024 ജനുവരി മാസത്തിലായിരുന്നു ഞാൻ അന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞു. പുതുക്കൽ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഇടയ്ക്ക് 2 മാസം ഇടവിട്ട് ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴേക്കും ആ പുണ്ണ് മൊത്തം കരിഞ്ഞ് ഫുള്ള് നോർമലായി. അങ്ങനെ അതൊരു രോഗസൗഖ്യം. പിന്നെ എന്നുള്ളത് ഇതെൻ്റെ സഹോദരനാണ്. രണ്ടാമത്തെ നേരം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ താഴെ വന്ന് വീണു. അപ്പോൾ കാലിലും കൈക്കും പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പൊട്ടലുള്ളത് കൊണ്ട് പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ചെറുതായിട്ട് അപ്പോഴൊരു ഓപ്പറേഷൻ നടത്തി. പക്ഷെ അവൻ്റെ നട്ടലിന് നല്ലൊരു വേദന പറഞ്ഞായിരുന്നു എന്നോട്. നല്ല വേദനയുണ്ട്, എൻ്റെ നടു പോയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ വിഷമിക്കേണ്ട, മാതാവ് നിന്നെ കാത്തോളും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്തുനിന്നൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, അവന് വേറെ പ്രശ്നമൊന്നുമില്ല, അവൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊരു ഓപ്പറേഷൻ നടത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൻ ഇനി ഫുള്ള് കിടപ്പാവാനാണ് സാധ്യത എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോടൊന്ന് ചോദിച്ചു, അണ്ണൻ നിനക്ക് നടുവിന് എന്തെങ്കിലും വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഇല്ല, ഇനി വേറെ ഒരു കുഴപ്പവും ഇല്ലടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിരിച്ച് ദൈവമേ മാതാവ് കാത്തു എന്ന് വിചാരിച്ച് സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ചോദിച്ചു, നിനക്ക് നടുവിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും പറയണ് എനിക്ക് നടുവിന് എന്തോ ഭയങ്കര വേദന തോന്നുന്നുണ്ട്, എൻ്റെ നടു പോയെന്ന് തോന്നുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനി കാരണം. 5-ാമത്തെ ദിവസമായിരുന്നു ഇവന് സംഭവിക്കുന്നത്. അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇവിടെ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഇവിടെ ഉള്ളത് ഹോസ്പിറ്റലായതുകൊണ്ട്. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി അവിടെ എല്ലാ ടെസ്റ്റും നടത്തിയപ്പം അവർ പറഞ്ഞു കൈക്കും കാലിനും ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇവൻ നടുവേദന പറയുന്നുണ്ട്. പക്ഷേ എക്സ്റേ എടുത്തിട്ട് അവർ പറയണു വേറെ കുഴപ്പമൊന്നുമില്ലയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഇവന് നല്ല വേദനയാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്ന സമയമായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു. ചോദിച്ചപ്പോൾ പറയണു അവന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊരു സമാധാനമില്ല. ഞാൻ ആ സമയത്ത് ഇവൻ മെഡിക്കൽ കോളേജിൽ പോയ സമയം തന്നെ എൻ്റെ കയ്യിൽ ഉപ്പും എണ്ണയെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ എടുത്ത് എൻ്റെ ദേഹത്തിൻ്റെ ആ നടുവിനായിട്ട് ഞാൻ തടവിട്ട് ഞാൻ പറഞ്ഞു അവനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചു. ഞാൻ ആ സമയം മുതൽ വൈകിട്ട് വരെ ഇവൻ്റെ റിസൾട്ട് അറിയണ വരെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഇവന് വേണ്ടി മാത്രം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ജപമാല പറഞ്ഞു, വിശ്വാസ പ്രമാണം പറഞ്ഞു, എല്ലാം ഇങ്ങനെ കരഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 5:30 ഹസ്ബൻഡ് വിളിച്ചു പറയണു, എടി നിൻ്റെ അണ്ണന് വേറെ നടുവിനൊരു പ്രശ്നവും ഇല്ല, നിൻ്റെ മാതാവ് കാത്തത് തന്നെ അവന് വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു സൗഖ്യം കിട്ടി അവന്. ഇപ്പോൾ അവൻ സൗഖ്യമായിട്ടിരിക്കുന്നു, വേറൊരു കുഴപ്പവും ഇല്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഇവന് 3-4 മാസം കഴിയുമെന്നാണ് പറഞ്ഞത്, എണീറ്റ് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവന് 2 മാസം ആകുമ്പോഴേക്കും അവനൊന്ന് എഴിച്ച് നടക്കാനുള്ള ഇതെങ്കിലും കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ 2 മാസം ആവണതിന് മുമ്പേ തന്നെ മാതാവ് അവനെ നടക്കാൻ സാധിച്ചു.
ഇപ്പം അവൻ ജോലിക്ക് പോയി തുടങ്ങിയില്ല, എന്നാലും അവന് കൈയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് എൻ്റെ മാതാവ് മാറ്റിക്കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അവന് മാതാവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെയെന്ന് പറയുന്നത്, എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. ഞാൻ ബസ്സിൽ ഇരുന്ന് കടിച്ചു പിടിച്ച് നിന്നിട്ട് ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ അങ്ങ് ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഗുളികയും കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നരുത്, എങ്ങനെയെങ്കിലും എന്നെ പിടിച്ചു നിർത്തിയിരിക്കണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയില്ല. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ മോളിൽ കയറിയത്. പുറത്തിറങ്ങിയപ്പോൾ 4 മണിയായി. അതുവരെ എനിക്കൊരു കുഴപ്പവും ഇല്ല. പക്ഷേ ഞാൻ ഛർദ്ദിച്ചിട്ടുമില്ല. അതിനുശേഷം ഇതുവരെയും എനിക്ക് ഛർദ്ദിലെന്ന് പറയുന്ന സംഭവം ഇല്ല, പൂർണ്ണമായി മാറിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത്, എൻ്റെ മക്കളാണെങ്കിൽ 3 മക്കളാണ്. ഇത് ഏറ്റവും 2ാമത്തെ ആളാണ്. ഇവർക്ക് ഒരു പനിയോ ജലദോഷം വന്നാൽ 3 പേർക്ക് ഒരുമിച്ച് വരും. ഇപ്പോൾ ഒരാൾക്ക് വന്നാൽ അടുത്തൊരാൾക്ക് അങ്ങനെ അടുത്തടുത്ത് വരും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട സമയമുള്ളൂ. മിക്ക ദിവസവും ഹോസ്പിറ്റലാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് എന്നും നീ പിള്ളേരെ കൊണ്ട് എവിടെ പോണതാണെന്ന്. അങ്ങനെ ഞാൻ എന്നും പറയും, മാതാവേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കയറി തളർന്നു. എൻ്റെ മൂത്ത മകന് 13 വയസ്സായി. ഞാൻ അവൻ 6 മാസം മുതൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കയറി ഇറങ്ങുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിനി വയ്യ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാം. അമ്മ വിചാരിച്ച് ഒരു നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് ചെറിയ പനി വന്നാൽ ഞാൻ ഈ തൈലവും ഉപ്പും കൊടുക്കും, പിന്നെ തേനും കൊടുക്കും. അത് ഇപ്പോൾ അവർക്കൊരു വിശ്വാസമാണ്. അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരാദ്യം ഗുളികയല്ല എന്നോട് ചോദിക്കുന്നത്, അമ്മ പോയി തൈലം എടുത്ത് ഉപ്പും എടുത്ത് തേനും എടുത്തുകൊണ്ട് വാ, ഞങ്ങൾക്ക് അത് മതി, മരുന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് അവരും പറയുന്നത്. പിന്നെ കിട്ടിയ സൗഖ്യം എന്ന് പറയുന്നത്, എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ രാവിലെ കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് എണീറ്റ് കുറേ മണിക്കൂർ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ തന്നെ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഈ ഉടമ്പടി പുതുക്കി പോകുമ്പോഴേക്കും എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറ്റിത്തരണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ മാതാവും എനിക്ക് അതും സാധിച്ചു തന്നു. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ മാതാവിനെ 3 പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എന്ന് പറയുന്നത്, ഞാൻ ബാങ്കിൽ പോയിട്ട് തിരിച്ച് വരണ വഴിക്ക് മേഘത്തിനിടയിൽ നിന്ന് മാതാവിനെ ഞാൻ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിവിടെ കൃപാസനത്തിലിരിക്കുന്ന ഈ ഗ്രേ കളറുള്ള മാതാവിനെ തന്നെ കാണണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അതുപോലെ എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെ 2ാമതെന്ന് പറയുന്നത്, പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഈ ആരാധന സമയത്താണ്, അപ്പോഴും കാണാൻ സാധിച്ചു. പിന്നെ ഇത് രണ്ടും കണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ മാതാവിനെ കണ്ട് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയുന്നത് വെച്ചാൽ അത് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇല്ലേട്ട് ശരിക്കും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു, ചേട്ടൻ അങ്ങ് വിട്ടു. എന്നിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ പള്ളിയിൽ കഴിഞ്ഞ 9-ാം തീയതി, ഈ മാസം 9-ാം തീയതി ഇങ്ങനെ പൂജ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി 2 പ്രാവശ്യം മാതാവിനെ കണ്ടത് സത്യമാണെങ്കിൽ എനിക്ക് അവിടെ ഞങ്ങൾ പള്ളിയിലാണെങ്കിൽ മേഘത്തിൻ്റെ ഒരു ഈശോയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ മൊത്തം മേഘം പോലത്തെ ഒരിതാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞാൻ നോക്കിയപ്പം നീല കളർ മാത്രമേ കാണാൻ എനിക്ക് സാധിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, മാതാവേ അന്ന് കണ്ടത് സത്യമാണെങ്കിൽ ഇന്ന് മാതാവ് എനിക്ക് കാണാൻ പറ്റണമെന്ന്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവിൻ്റെ നിഴലായിട്ട് കണ്ടാൽ മാത്രം പോരാ, നന്നായിട്ട് എൻ്റെ മുഖം ഫുള്ള് നന്നായിട്ട് ക്ലിയറായിട്ട് കാണാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ദൂരെ നിന്നതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ, മാതാവേ നീ വന്നോ എന്നെ കാണാൻ വേണ്ടിയെന്ന് എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി സന്തോഷം കൊണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ അടുത്ത് വരികയാണ്, അച്ഛൻ്റെ അടുത്ത് കുർബാന എടുക്കാൻ വരുമ്പോൾ മാതാവിനെ എനിക്ക് നന്നായിട്ട് കാണിച്ചു തരണേന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഇങ്ങനെ നടന്നു വരികയാണ്. അടുത്തെത്തിയപ്പോൾ തന്നെ നന്നായിട്ട് എനിക്ക് നമ്മൾ ഒരാളെ പോലെ തന്നെ അവിടെ മാതാവിൻ്റെ മുഖം എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. അതൊരു അനുഗ്രഹമാണ്. പിന്നെയെന്ന് പറയുന്ന ഒരു അനുഗ്രഹം, പച്ചത്തിരിയിലും നീലത്തിരിയിലും എനിക്ക് മാതാവിനെ കാണാൻ പറ്റി. അതെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ കത്തിച്ചാലും അതിൽ മാതാവ് വന്ന് എന്നെ ഞാൻ കാണാറുണ്ട്. എൻ്റെ മക്കൾക്കും ഇപ്പോൾ വിശ്വാസമാണ് മാതാവ് വന്നതിന് ശേഷം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും തന്ന അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. 3 കെട്ട് പത്രം വാങ്ങിച്ചിട്ട് ഞാൻ പള്ളിയിൽ കൊണ്ടു കൊടുക്കും. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇങ്ങനെ മക്കളെ കൊണ്ടുപോകുമ്പോൾ അവിടെയും കുറേ കൊണ്ടു കൊടുക്കും.
പിന്നെ വീട്ടിലൊക്കെ കൊണ്ടുകൊടുക്കും. ആദ്യത്തെ പ്രാവശ്യം കൊടുത്തപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. ആരെങ്കിലും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം മൊബൈലിൽ സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു, വിശ്വാസ പ്രമാണം പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷത്തോടൊന്ന് കൊടുത്തോ നോക്ക്, അവർ ചിരിച്ചുകൊണ്ട് വാങ്ങുമെന്നു. എന്നിട്ടും എനിക്കൊരു പേടിയുണ്ട്. ഞാനങ്ങനെ ആ പത്രം എങ്ങനെയൊക്കെയോ കൊടുത്ത് തീർത്തു. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഞാൻ തീർത്തു കൊടുത്തു. പക്ഷേ ഫസ്റ്റ് ഉടമ്പടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം 3 പ്രാവശ്യം, എനിക്ക് എന്തൊരാവശ്യം വന്നാലും ഞാൻ ആദ്യം പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണം 3 പ്രാവശ്യം ഞാൻ പറയും. പക്ഷേ ഈ 3 പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു രേഖയായിട്ട് മാധവ് എനിക്ക് കാണിച്ചു തരും. അങ്ങനെ അതൊരിത്. പിന്നെയെന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ മോളെ എനിക്കുള്ള ചായ കുടിക്കാൻ എന്തെങ്കിലും കാശ് തരുമോ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ കയ്യിലുള്ളതിൽ പങ്ക് ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം ഇതിൽ ആരോ എന്നോട് ചോദിച്ചപ്പം എൻ്റെ കയ്യിൽ ശരിക്കും പൈസ ഇല്ലായിരുന്നു. അന്ന് പൈസ കുറവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം മാതാവേ, ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയെങ്കിലും അവർക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത് എൻ്റെ കയ്യിൽ എപ്പോഴും കാണണമെന്ന്. എന്നിട്ട് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ മാത്രമേ ആരെങ്കിലും എന്നോട് വന്ന് ചോദിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോഴും അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ 10 രൂപയെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ എടുത്ത് കൊടുക്കും. പിന്നെ ഞാൻ പ്രസിദ്ധമായിട്ട് ഒരിക്കൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്ന് അവർ ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ ഒഴിയുമായിരുന്നേ. അപ്പോൾ ഇപ്പം എന്തോ എനിക്ക് പെട്ടെന്ന് തോന്നി, അവർ പോയി ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് അവർ പോയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമം. എന്നാലും ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, മാതാവിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയില്ലോ എന്ന്. ഞാൻ അങ്ങ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവരിങ്ങനെ വന്ന് ചോദിച്ചു 3 പൊതി ചോറ് കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും നമുക്ക് ഉള്ളതിൽ പങ്ക് കൊടുക്കാം, അവർക്ക് നമ്മൾ വയ്ക്കുന്ന ആഹാരത്തിൽ കൂടെ ഒരു പങ്ക് അവർക്ക് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചോറ് വെച്ചു. പക്ഷേ ഞാൻ 3 പൊതിയാണ് ഉദ്ദേശിച്ച് വച്ചത്. പക്ഷേ എനിക്കത് മാതാവ് 5 പൊതിയേക്ക് കൊടുക്കാൻ സഹായിച്ചു തന്നിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയണത് ഞങ്ങളിപ്പോൾ വൈകിട്ട് 6:30 7 മണിക്കകത്ത് വെച്ച് ജപമാല പറയാറുണ്ട്. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ വെളുപ്പംകാലം ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ ഇരുന്ന് അരമണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്. ഈശോയെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെയെന്ന് പറയുന്നത്, പണ്ട് ഞാൻ എൻ്റെ മാതാവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കല്യാണത്തിന് മുമ്പേ. അപ്പോൾ ഞാൻ എന്താവശ്യത്തിനും അവിടെ ഞങ്ങൾ പണ്ട് അമ്മയുടെ വീട്ടിനടുത്തൊരു കുരിശടിയുണ്ട് പള്ളിയായിട്ട് ചേർന്ന്. എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് ഇന്ന ആവശ്യത്തിന് പോണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ചേട്ടന് ഹിന്ദുവാണ്, പക്ഷേ ക്രിസ്ത്യൻ ആചാരത്തിലാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങി പോകുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷമം, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണമ്പം ഇവരെല്ലാം ഇങ്ങനെ പുറത്ത് ചെന്നിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ചിലപ്പോൾ എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ജപമാല പറയും. പക്ഷേ ഞാൻ കിടക്കുന്നതിന് മുമ്പേ 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ബൈബിൾ വായിക്കുള്ളായിരുന്നു. ഇപ്പം പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര വയ്യെങ്കിലും ഞാൻ അരമണിക്കൂറെങ്കിലും, മാക്സിമം അരമണിക്കൂർ, അതും ചിലപ്പോൾ ഈ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കാറുണ്ട്. എൻ്റെ മക്കൾ ചോദിക്കും, അമ്മ എന്തിന് എപ്പോഴും ബൈബിൾ വായിക്കണേന്ന്. ഞാൻ പറയും, നിനക്കൊക്കെ വയ്യെങ്കിൽ വേണ്ട, ഞാൻ വായിക്കും. അത് എൻ്റെ അടുത്ത് മാതാവ് എനിക്ക് തോന്നിക്കുന്ന കാര്യം. ഞാൻ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ സമയമോ കാലം ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ബൈബിൾ എടുക്കും, ഞാനിരുന്ന് വായിക്കും. ഒരുപാട് സമയം, ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കാറുണ്ട്. ഇത്രയാണ് എൻ്റെ ഇത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. കർത്തൃ ശുശ്രൂഷയിലെ തീഷ്ണത എങ്ങനെ നമുക്ക് സഹജീവികളോടുള്ള സ്നേഹവും അങ്ങനെ ഈശോയെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഒരു മനോഭാവവുമൊക്കെ ഉടമ്പടി ജീവിതത്തിലൂടെ ഉരുത്തിരിയുന്നത്, അത് പിന്നീട് തങ്ങളുടെ ജീവിതത്തിലെ സൗഖ്യ അനുഭവങ്ങളും തങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുന്നതിനുള്ള കൃപയുടെ ചാനലുകളൊക്കെ ആയിട്ട് മാറുന്നതാണ് ഓരോ അനുഭവ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. സൗമ്യ JR എന്ന ഈ മകള് തൻ്റെ ഹസ്ബൻഡിൻ്റെയും സഹോദരൻ്റെയും മക്കളുടെയും തൻ്റെയും ഒക്കെ രോഗസൗഖ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഇന്ന് തങ്ങൾക്ക് കുറേ കൂടി തീഷ്ണതയോടെ എനിക്ക് എൻ്റെ ഈശോയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ മകൾ പറയുക. അപ്പോൾ
ദൈവം നമ്മെ മനസ്സിലാക്കുന്നു, നാം ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ അതുവഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞ് നമുക്കത് ഒരു സാക്ഷി ജീവിതമായിട്ട് നയിക്കുവാനൊക്കെ നമുക്ക് പറ്റുമ്പോൾ നാം ക്രിസ്തുവിനെ മനസ്സിലാക്കുകയാണ്. ആ ക്രിസ്തുവിനെയാണ് നാം മറ്റുള്ളവരിൽ കാണുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെയാണ് നാം ശുശ്രൂഷിക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.